കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എടുക്കുന്നവർ എന്തൊക്കെ പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. KTUവിൻ്റെ 2019 സ്കീം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വർഷം അതായത് 2024 എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കുന്നവർക്ക് 2024 സ്കീമാണ്. അത് ഇതുവരെ KTU റിലീസ് ചെയ്തിട്ടില്ല. അത് റിലീസ് ചെയ്യുമ്പോൾ അവർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ 2019 സ്കീമാണ് 2023 വരെ വന്നിട്ടുള്ളത്. സോ ഈ വർഷമാണ് അതിനൊരു ചേഞ്ച് വരുന്നത്. സോ അത് വെച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ്. സെമസ്റ്റർ 1 ലീനിയർ അൽജിബ്ര ആൻഡ് കാൽക്കുലസ് ഉണ്ട്. അതിന് തൊട്ടടുത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കോഴ്സ് കോഡാണ് MAT 101. പിന്നെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉണ്ട്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉണ്ട്, ലൈഫ് സ്കില്ലും, പിന്നെ 2 ലാബായിട്ടുള്ള എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ലാബും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പുമാണ് ഉള്ളത്. സോ ഇതിൽ ഈ കൊടുത്തിട്ടുള്ള 7 എണ്ണത്തിൽ ലൈഫ് സ്കില്ലിന് എന്തില്ല, ക്രെഡിറ്റ് ഇല്ല. ലൈഫ് സ്കില്ല് ജസ്റ്റ് പാസ്സായാൽ മതി, ക്രെഡിറ്റ് ഇല്ല. പക്ഷേ ബാക്കിയുള്ളതിനൊക്കെ ക്രെഡിറ്റ് ഉണ്ട്. അതും പാസ്സായാൽ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കിട്ടും. പിന്നെ നല്ല സ്കോർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇൻറ്റേർണൽ എക്സാമിനും പിന്നെ എക്സ്റ്റേണൽ എക്സാമിനും കൂടിയിട്ട് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡ് ഉണ്ടാകും. എസ് ആണെങ്കിൽ എസ് ആണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡ്, പിന്നെ A, പിന്നെ A+, പിന്നെ A, അങ്ങനെയാണ്. A+, A, B+B അങ്ങനെയാണ് പോകുന്നത്. സോ ഏറ്റവും ടോപ്പിലുള്ളത് S ആണ്. S എന്ന് പറഞ്ഞാൽ സപ്ലി അല്ല, S എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഗ്രേഡാണ് എഞ്ചിനീയറിംഗിലുള്ള. പിന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പഠിക്കാനുള്ളത് മാത്രം പറയാം. ഓക്കെ, സോ ലൈഫ് സ്കില്ലിന് എന്തില്ല, ക്രെഡിറ്റ് ഇല്ല. പിന്നെ സെമസ്റ്റർ 2 വരുന്നത് വെക്ടർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ്, അതും മാത്സ് ആണ്. പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് A ആണ്. ബാക്കി ചില കോഴ്സുകൾക്ക് ഫിസിക്സ് B ആണ് പഠിക്കാനുള്ളത്. ചെറിയ ചെറിയ മോഡ്യൂൾസിന് വ്യത്യാസം വരുന്നുണ്ട്, അതാണ് ഉള്ളത്. പിന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനും പ്രോഗ്രാമിംഗ് ഇൻ C, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ലാബും, പിന്നെ സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്. സോ 2 ലാബ് ഉണ്ട്. പിന്നെ അതിൽ ക്രെഡിറ്റ് ഇല്ലാത്തത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനാണ്. അത് ജസ്റ്റ് ഒരു നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷൊക്കെ പഠിക്കാനും ഗ്രാമേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് അത്. പിന്നെ പ്രോഗ്രാമിംഗ് C എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് വരുന്നത്. സോ അതിന് ലാബും ഉണ്ട്, എക്സാമും ഉണ്ട്. പക്ഷേ സെം എക്സാമിന് വരുമ്പോൾ റൈറ്റിംഗ് ആണ്, റിട്ടൺ ഓൺലി ആണ്, ലാബ് വരുന്നില്ല. പക്ഷേ ഇൻറ്റേർണലിന് ലാബും വരുന്നുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിൽ S3 ആകുമ്പം നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചറാണ്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ MAT 203, അത് മാത്സ് ആണ്. പിന്നെ ഡാറ്റ സ്ട്രക്ചർ, ലോജിക് സിസ്റ്റം ഡിസൈന്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ ആണ്. സോ ഇത് 4 ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൻ്റെ കോർ സബ്ജക്റ്റാണ്. ഈ കോർ സബ്ജക്റ്റ് എന്തായാലും നല്ല വൃത്തിക്ക് പഠിക്കണം, കാരണം നിങ്ങൾക്ക് കോർ സബ്ജക്റ്റ് കൊണ്ടേ യൂസ് ഉള്ളൂ. പിന്നെ വരുന്നത് പ്രൊഫഷണൽ എത്തിക്സ് ആണ്. അതായത് എത്തിക്സ്, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കുറേ എത്തിക്കലായിട്ട് ചിന്തിക്കണം, അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഇത്. അങ്ങനെ നമ്മൾ ഇതാക്കുന്ന ഒരു സബ്ജക്റ്റാണ് പ്രൊഫഷണൽ എത്തിക്സ് വരുന്നത്. പിന്നെ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, അതായത് നമ്മളൊരു സാധനം യൂസ് ചെയ്യുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സസ്റ്റൈനബിൾ എഞ്ചിനീയർ. സോ ഇത് രണ്ടും എന്താണ്, ഇതിൽ പ്രൊഫഷണൽ എത്തിക്സിനാണെന്ന് എനിക്ക് തോന്നുന്നു ക്രെഡിറ്റ് ഇല്ലാത്ത. സസ്റ്റൈനബിളിന് ക്രെഡിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് 1 or 2 ആണ് ക്രെഡിറ്റ് വരുന്നത്. ഒരു സബ്ജക്റ്റിന് എന്തായാലും ക്രെഡിറ്റ് ഇല്ല, അത് ഏതാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ വരുന്നത് 2 ലാബാണ്, ഡാറ്റ സ്ട്രക്ചർ ലാബും അതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാബുമാണ്. പിന്നെ നിങ്ങൾക്ക് S3 തൊട്ടിട്ട് വേണമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ മൈനർ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് എടുക്കാം. മൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലാതെ, അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് നിങ്ങളുടെ കോർ സബ്ജക്റ്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ, ഇപ്പം ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ മെക്കോ സിവിലോ അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. സോ അത് നിങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോൾ ഗ്രാജുവേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് എ മൈനർ ഓഫ് പറഞ്ഞിട്ട് നിങ്ങളുടെ ഏതാണ് മൈനർ എടുത്തത്, അപ്പോൾ മെക്കാണെങ്കിൽ മെക്കിൽ ഏതാണ്, അങ്ങനത്തെ ഒരു ഇത് വരും. ഓക്കെ, അതാണ് മൈനർ കോഴ്സ്. അത് വേണമെങ്കിൽ എടുത്താൽ മതി. പക്ഷെ അത് എടുക്കുന്നതുകൊണ്ട് ഒരു ഇതുണ്ട്, സപ്ലി ഉണ്ടാകാൻ പാടില്ല. അതായത് മൈനറിൽ സപ്ലി വന്നാൽ പിന്നെ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല, നിങ്ങൾക്ക് അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ വേറൊന്നുണ്ട് ഹോണേഴ്സ്, അത് S4 വരുന്നതാണ്. അത് S4 വരുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ തന്നെ, അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒരു സബ്ജക്റ്റിനെ കുറച്ചും കൂടി ഹൈലി ആയിട്ട് പഠിക്കാം.
അതും നിർബന്ധമില്ല, വേണമെങ്കിൽ പഠിച്ചാൽ മതി. പക്ഷേ ഹോണേഴ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഹോണേഴ്സ് എടുക്കുകയാണെങ്കിൽ വേറൊരു സബ്ജക്റ്റിലും സപ്ലി വരാൻ പാടില്ല. നമ്മുടെ ഏതെങ്കിലും കോർ സബ്ജക്റ്റോ അല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും സബ്ജക്റ്റിൽ സപ്ലി വന്നാൽ നിങ്ങൾക്ക് അതൊന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, S4 പഠിക്കാനുള്ളത് ഗ്രാഫിക് തിയറിയാണ്, അത് മാത്സ് ആണ്. പിന്നെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസൈൻ ആൻഡ് എൻജിനീയറിംഗ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ഇത്രയാണ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ആയിട്ട് വരുന്നത്. സോ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും ഡിസൈൻ ആൻഡ് എൻജിനീയറിങ്ങും എന്താ പറയുക, നിങ്ങളുടെ കോറിൽ പെടാത്തതാണ്. ബാക്കി 4ആണ് നിങ്ങളുടെ കോറ്. സോ ഡിസൈൻ ആൻഡ് എൻജിനീയറിങ്ങും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റാണ്. സോ ഡിസൈൻ ഒരു സംഭവം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റ് പറയുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ്, അതാണ് ഈ ഒരു സബ്ജക്റ്റ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ ലാബും ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബും ഉണ്ട്. പിന്നെ അതുപോലെ മൈനർ ഉണ്ടെങ്കിൽ മൈനർ, ഹോണർ ഉണ്ടെങ്കിൽ ഹോണർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ചൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കോർ സബ്ജക്റ്റ് നിങ്ങളുടെ ഇതും പ്ലസ് നിങ്ങൾക്ക് മൈനറും ഹോണറും വേണമെങ്കിൽ എടുക്കാം, രണ്ടും എടുക്കാം. ഒന്നും എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, പിന്നെ വരുന്നത് തേർഡ് ഇയറിൽ S5 നിങ്ങൾക്ക് ഫോമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമാറ്റ തിയറിയാണ്. നിങ്ങൾക്ക് തേർഡ് ഇയർ തൊട്ടിട്ട് മാത്സ് ഇല്ല. മാത്സ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ വരെ ഉള്ളൂ. അതായത് 4 സെമ്മിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ട്. തേർഡ് ഇയർ തൊട്ടിട്ട് നിങ്ങൾക്ക് മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഇല്ല. പിന്നെ കുറച്ചും കൂടി നമ്മുടെ കോറിലോട്ട് തന്നെ വരികയാണ് ഫോമൽ ലാംഗ്വേജ് ആൻഡ് ഓട്ടോമാറ്റ തിയറി, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, സിസ്റ്റം സോഫ്റ്റ്വെയർ, മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ, മാനേജ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം. സോ ഇത്രയുമാണ് കോറായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് അതിൽ തന്നെ മാനേജ്മെൻറ്റ് കോറാണെങ്കിലും അത്ര ക്രെഡിറ്റ് കുറവുള്ളൊരു സബ്ജക്റ്റാണ്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതായത് ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് തരുന്നൊരു സബ്ജക്റ്റാണ്. പിന്നെ 2 ലാബുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് മൈക്രോ പ്രോസസ്സറും ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം ലാബും. സോ ഇത്രയും 2 ലാബുമാണ് കമ്പ്യൂട്ടർ സയൻസ് തേർഡ് ഇയർ, അതായത് S5 വരുന്നത്, സെമസ്റ്റർ 5 വരുന്നത്. സെമസ്റ്റർ 6 കമ്പൈലർ ഡിസൈന്, കമ്പ്യൂട്ടർ ഗ്രാഫിക് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗ്, അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈൻ. പിന്നെ ഒരു ഇലക്റ്റീവ് എടുക്കാം. ഇലക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാം. കുറേ സെറ്റ് ഓഫ് സബ്ജക്റ്റ് തരും. സോ അതിൽ നമുക്ക് ചൂസ് ചെയ്യാം. സോ ഓരോരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യും അതെങ്ങനെയാണ്. പിന്നെ വരുന്നത് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡാണ്. അതായത് എക്കണോമിക്സും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് കോംപ്രഹെൻസീവ് കോഴ്സ് വർക്കാണ്. അതായത് ഇത്രയും S5 വരെ അല്ലെങ്കിൽ S5 വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കോർ സബ്ജക്റ്റ് മൊത്തം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു MCQ ക്വസ്റ്റ്യൻസ് പോലെ ചോദിക്കും. അതൊരു 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, MCQ ആയിരിക്കും. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യും. അത് എന്തായാലും പാസ്സാവണം. 50 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നത് നെറ്റ്വർക്കിംഗ് ലാബും പിന്നെ ഒരു മിനി പ്രൊജക്റ്റുമാണ് വരുന്നത്. പിന്നെ അതുപോലെ മൈനറും ഹോണറും. ഓക്കെ, മൈനറും ഹോണറും കൊണ്ടുപോകുന്നവർ ലാസ്റ്റ് വരെ എത്തിക്കുമ്പോഴേക്കും കുറവായിരിക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ മൈനർ കുറേ പേരുണ്ടാകും. പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ടോ അങ്ങനെയൊക്കെ ഒഴിവാക്കുന്നവരുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഫോർത്ത് ഇയർ S7 വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പിന്നെ ഒരു 2 സെക്കൻഡ് ഇലക്റ്റീവ് 2 ഉണ്ട്. പിന്നെ ഓപ്പൺ ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇത് വെച്ചിട്ട് പഠിക്കാം, അതാണ് ഓപ്പൺ ഇലക്റ്റീവ്. പിന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എൻജിനീയറിംഗ് ഉണ്ട്. പിന്നെ ഒരു ലാബ് കമ്പൈലർ ലാബും ഉണ്ട്. പിന്നെ ഒരു സെമിനാറും പിന്നെ പ്രോജക്റ്റ് ഫേസ് 1 ആണ്. ഇത്രയാണ് ഫോർത്ത് ഇയർ 7th സെമ്മിലും ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് 8th സെമ്മാണ്. 8th സെമ്മിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആണ്. പിന്നെ ഇലക്റ്റീവ് 3, ഇലക്റ്റീവ് 4, ഇലക്റ്റീവ് 5, പിന്നെ കോംപ്രഹെൻസീവ് വൈവയും അതുപോലെ പ്രോജക്റ്റ് ഫേസ് 2 ആണ് വരുന്നത്. സോ ഇത്രയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗിൽ ഫോർത്ത് ഇയർ അതായത് 8th സെം വരെ പഠിക്കാനുള്ളത്. പിന്നെ കുറേ ക്രെഡിറ്റ്സ് അതും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, അത് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. എൻജിനീയറിംഗ് എങ്ങനെയാണ്, KTUവിൻ്റെ അണ്ടറിലെ എൻജിനീയറിംഗിൽ എങ്ങനെ സ്കോർ വേണം, സപ്ലി എത്രയാണ് സപ്ലിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ സപ്ലി അടിക്കാണ്ടിരിക്കാൻ എത്ര മാർക്ക് വേണം എന്നൊക്കെ ഒരു വീഡിയോ വേറെ ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.